ഹലോ, അസ്സലാമു അലൈക്കും. ഇനി റെസ്റ്റോറൻറ്റിൽ പോയി ഒന്നും ആരും കാശ് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ചോറും ചിക്കനും വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുത്ത ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റുമാണ് കേട്ടോ. ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കാരണം നമുക്ക് ഇത് ഉണ്ടാക്കുമ്പോൾ അത് ചുരുട്ടാനും മടക്കാനും കുഴക്കാനും പരത്താനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അതൊന്നും ഇല്ലാണ്ട് നമുക്ക് ചോറും ചിക്കനും ആവിയിൽ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. എല്ലാവരും ഉണ്ടാക്കി നോക്കാറുണ്ടാവും, പക്ഷേ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതല്ല ചെയ്യാം. അതേപോലെ പഞ്ഞി പോലെ ഇരിക്കും ചെയ്യും കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ അത്ര സോഫ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഏത് നേരത്തും നല്ല സോഫ്റ്റ് ആയിരിക്കും. രാവിലെ ഉണ്ടാക്കിയാൽ നമുക്ക് രാത്രിയിലും കഴിക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ ഞാനിതാ ഈ ഒരു ബൗളിൽ ആണ് കേട്ടോ ചോറ് എടുക്കുന്നത്. അളന്നെടുക്കുക, കറക്റ്റ് അളവിലെടുക്കുക കേട്ടോ. ഇതേപോലെ നിറച്ചെടുത്തിട്ടുണ്ട്. 2 ബൗൾ ചോറാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി വന്ന ചോറ് വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. റെസ്റ്റോറൻറ്റിലേക്ക് ഒന്നും പോവേണ്ട ആവശ്യമില്ല. ഇത് കഴിക്കാൻ ഓർഡർ ചെയ്ത് വരുത്തി കഴിക്കുകയൊന്നും വേണ്ട. വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതേ അളവിൽ അതേ ചോറെടുത്ത് അതേപോലെ തന്നെ നമ്മൾ മൈദാമാവാണ് എടുത്തിട്ടുള്ളത്. ആദ്യം 1 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 2 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 കപ്പ് ചോറിന് 2 കപ്പ് മൈദാമാവാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കുഴക്കണ്ട, പരത്തണ്ട, ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഇതൊന്ന് മിക്സാക്കി എടുക്കണം. ഈ ചോറും മൈദാമാവും കൂടി ഒന്ന് നല്ലോണം മിക്സ് ആവട്ടെ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയുടെ ജാർ എടുക്കുക. എന്നിട്ട് ഒരു അര ഭാഗത്തോളം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ആദ്യത്തെ തവണ ഒരു 1/4 ഭാഗത്തോളം ഇട്ട് കൊടുത്തു. അങ്ങനെ ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ ഒരു ടീസ്പൂണോളം എണ്ണയൊന്ന് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. നമ്മൾ മാവിലെ എണ്ണയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതുപോലെ ഒരു സ്പൂണ് ആദ്യം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ സ്പൂണ് വെച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു അര ഭാഗത്തോളം ഇട്ട് കൊടുത്താൽ മതി. ഞാൻ 1/4 ഭാഗത്തോളം ഇട്ട് കൊടുത്തു. കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്നാലും അര ഭാഗത്തോളം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ അരച്ചെടുക്കൂലേ, നമ്മൾ അതേപോലെ ഒന്ന് അടിച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്കിത് നല്ല സോഫ്റ്റായി കുഴഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ മിക്സി ഒന്നും കേടുവരുമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ. ഇനി നമുക്കിത് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ ഇനി കുഴക്കാനും ഇതിനൊക്കെ ബുദ്ധിമുട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് കുറയും, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. പിന്നെ ബാക്കി വന്ന ചോറ് വേസ്റ്റാക്കി കളയും വേണ്ട. പിന്നെ നല്ല സോഫ്റ്റിൽ കഴിക്കാനും പറ്റും കേട്ടോ. പിന്നെ ഞാൻ 2ാമത്തെ പ്രാവശ്യം ഞാൻ അര ഭാഗത്തോളാണ് എടുത്തിട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങോട്ട് അരച്ചെടുക്കാൻ പറ്റും. 1/4 ഭാഗം ആയാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും പിന്നെ ഒരു അര ഭാഗത്തോളം എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ലാസ്റ്റും ഇതുപോലെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സിയിലേക്ക്. എന്നിട്ട് അതുകൂടി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ള് നമ്മൾ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ചേർത്തെടുക്കരുത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി. ഇത് കുഴച്ച് ബുദ്ധിമുട്ടൊന്നും വേണ്ട. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇത് എല്ലാം കൂടി 2-3 ബാച്ച് ആയിട്ടല്ലേ നമ്മൾ അരച്ചെടുത്തത്. അതുകൊണ്ട് അതൊന്നുകൂടി ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. കയ്യിൽ കുറച്ച് എണ്ണ തൂവി കൊടുത്തിട്ട് നമുക്കിതിലൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇനി കയ്യിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല നമ്മളിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ. എങ്കിലും നമ്മളിതിൽ എണ്ണയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ആ മിക്സിയുടെ ജാറിലൊരു സ്പൂണൊന്ന് ആക്കി കൊടുത്തത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ നല്ല സോഫ്റ്റാണ്. ഇത്രയും മതി. എല്ലാം കൂടി എടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇതിലേക്കുള്ള ചിക്കൻ്റെ ചേരുവ ഉണ്ടാക്കുന്നത് വരെ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇതവിടെ റെസ്റ്റ് ചെയ്യാനിരിക്കട്ടെ. ഇതേപോലെ ഒരു ഉരുളാക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേണമെങ്കിൽ കുറച്ച് എണ്ണ മേലെ തൂവി കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ.
ഇനി നമുക്ക് ഇതിലേക്കുള്ള ചിക്കൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഒരു സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പച്ചമുളക്, വലിയ സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു പിടി മല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ, മല്ലിയില. പിന്നെ ഇതാ ചിക്കന് ഒരു 150-200 ഗ്രാമോളം ഉണ്ടാവും. അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലില്ലാത്ത ചിക്കനാണ്. 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മാഗി ക്യൂബാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. മാഗി ക്യൂബ് ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് വേണ്ട ആവശ്യമില്ല. നമ്മളൊരു 3 അല്ലിയും കൂടി വെളുത്തുള്ളി അധികം ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇതുപോലെ നമുക്ക് അരച്ചെടുത്താൽ മതി കേട്ടോ ചിക്കന്. അപ്പോൾ അതാ നമ്മളിതുപോലെ ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ സവാളയും പച്ചമുളകും മല്ലിയിലയും അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് ചതച്ചെടുത്തതാണ്, പൊടിയായാലും കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒലീവ് ഓയിൽ ഇല്ലയെന്ന് വെച്ച് പേടിക്കൊന്നും വേണ്ട. ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി. പിന്നെ ഞാൻ 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അത് ഓപ്ഷനിലാണ്. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാൻ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ ഓയിൽ 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലോണം കൈ വെച്ചിട്ട് മിക്സാക്കി എടുക്കുക കേട്ടോ. ഈ ഉള്ളിയും മല്ലിയിലയും നെയ്യും ഓയിലും ഒക്കെ എല്ലാ ഭാഗത്തും ആവോളം നമുക്കിതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഏത് രോഗികൾക്കും ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. കാരണം ഇതിൽ നമ്മൾ അധികം ഓയിലുകളൊന്നും ചേർത്തിട്ടില്ല. ഇതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഓരോ ഉരുളാക്കി എടുക്കുക കേട്ടോ. നമ്മളിത് എത്ര ഉരുളുണ്ടോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ മൈദാമാവ് എടുക്കേണ്ടത്. അപ്പോൾ ഇത് 35 ഉരുള വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 35 ഉരുളയ്ക്ക് ഈ മൈദാമാവ് നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് 35 70 ഉരുള വേണം കേട്ടോ. ഇതുപോലെ 2 പീസ് വേണം നമുക്ക് ഒന്നുണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇത് കുഴച്ചെടുക്കാൻ അല്ല, ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അറിയണവർക്കാണെന്ന് വെച്ചാൽ നമ്മൾ മോമോസിന് എങ്ങനെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അതുപോലെ നമുക്ക് നെറിഞ്ഞൊക്കെ ഏത് തരത്തിലൊക്കെ മടക്കിയെടുക്കാൻ പറ്റുമോ അങ്ങനെ മടക്കിയെടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ ഏത് അറിയാത്തവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഇഡ്ഡലി തട്ടിൽ നമ്മൾ എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രസ്സിൽ വെച്ച് അമർത്തിയെടുക്കുക ചെയ്യുന്നത്. പ്രസ് ഇല്ലെങ്കിൽ ഒരു പ്ലേറ്റ് വെച്ച് പതിയെ അമർത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റ് വട്ടം കിട്ടും. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് അമർത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വട്ടത്തിൽ കിട്ടിയിട്ടുണ്ട്. നല്ല അമർത്തിയെടുക്കൊന്നും വേണ്ട, ഇത്രയും വട്ടം മതിയാകും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് മാവ് കറക്റ്റ് ആവാം, കറക്റ്റ് ബൗളുകൾ ഉരുളകൾ ആദ്യം എണ്ണി എടുത്താൽ മതി കേട്ടോ. നമ്മൾ ആദ്യം ചിക്കൻ ഒന്ന് ഉരുട്ടിയെടുത്ത് അതിനനുസരിച്ചിട്ട് നമുക്ക് മാവും ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ. എത്ര ചിക്കൻ ഉണ്ടോ ഉരുട്ടിയെടുത്തത് അതിനനുസരിച്ച്. അപ്പോൾ മാവ് വേസ്റ്റായി പോകില്ല. അപ്പോൾ അതാ ഇതിൽ ഈ ഒരു ചിക്കൻ്റെ ഉരുള നമ്മൾ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു ബൗളും കൂടി എടുത്തിട്ട് ഒരു ഉരുളി കൂടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അമർത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് അമർത്തിയെടുക്കാനും നമുക്ക് നെറിഞ്ഞെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ ഒന്ന് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അറിയാത്തവർക്കും നമുക്ക് മോമോസ് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. അതേപോലെ നല്ല സോഫ്റ്റായിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടല്ലോ, ഇതൊരു നല്ലൊരു ഷേപ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ബാക്കിയുള്ളതും ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഉരുള ഞാൻ പറഞ്ഞ പോലെ ചിക്കൻ്റെ ഉരുള എത്രയുണ്ടോ അതിനനുസരിച്ച് നമ്മൾ മൈദാമാവ് ഇരട്ടി ഉരുള ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റാവും. മൈദാമാവും ബാക്കി വരില്ല, ചിക്കൻ്റെ പീസും ബാക്കി വരില്ല. അപ്പോൾ ഇത് രണ്ടാമത്തത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ചിക്കൻ്റെ ബോൾ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി പ്രസ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് ആക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മേലെ വെച്ച് കൊടുത്തിട്ട് സൈഡ് ഇതുപോലെ ഒന്ന് ഇങ്ങനെ പ്രസ്സാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതറിയാത്തവർക്കും ഇത് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഒരു ഷേപ്പും ആയി കിട്ടും. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാതും നമ്മൾ ഇതുപോലെ 2 തട്ടിലും ആക്കിയെടുത്തിട്ടുണ്ട്. ഇനിയും ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ 2 തട്ടിൽ ഇതുപോലെ ആക്കിയെടുത്തിട്ട് നമ്മളിത് വെള്ളം വെച്ച് ആവി കയറ്റിയെടുക്കുകയാണ്. 10-12 മിനിറ്റോളം നമ്മളിത് ആവി കയറ്റിയെടുക്കണം. കാരണം ഇതിൻ്റെ ചിക്കൻ നമ്മൾ വേവിക്കാത്തതാണ്. നല്ലോണം ചിക്കൻ വെന്ത് കിട്ടട്ടെ. അപ്പോൾ ഒരു 12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തുറന്ന് നോക്കാം.
കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മളെ ഇത് വന്നിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. നമ്മൾ വെറും മൈദാമാവ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇത് ബലം വെച്ചിട്ട് ഉണ്ടാവും. ഇത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമുക്ക് എത്ര നേരം വെച്ചാലും നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് നല്ലൊരു ഷേപ്പുമായി കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ മോമോസ് ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങൾ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. ചൂടോടെ തന്നെ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും. എളുപ്പത്തിൽ വിട്ട് കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് വെച്ചെന്ന് വെച്ചിട്ട് ഒട്ടും പിടിക്കൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഗോതമ്പ് പൊടി വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ, പ്രത്യേക ഒരു ഭംഗിയുണ്ട് ഇല്ലേ. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് കഴിക്കുന്നത് നോക്കാം. നമ്മളിതാ ഇതിലേക്കുള്ള മോമോസിലേക്കുള്ള സോസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സോസൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതൊരെണ്ണം എടുക്കുക. എന്നിട്ട് ഈ കണ്ടോ നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ ചിക്കനുള്ളിൽ ബലം ഉണ്ടാവും, കാരണം നമ്മൾ അങ്ങനെ വേവിച്ചെടുത്തതാണല്ലോ. ഇതിൻ്റെ ഈ പുറം ഭാഗം നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇതിൻ്റെ മേലെ ഇതുപോലെ സോസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിലും ഇവിടെ ഓർഡർ ചെയ്തിട്ടും ഒന്നും നമ്മൾ വരുത്തിയിട്ടൊന്നും നമ്മൾ അതിവില കൊടുത്ത് ഉണ്ടാക്കി കഴിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.